ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസ്ലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സ് ഷോ ദാറ്റ് എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ. അപ്പോൾ സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഇത് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ LHS എടുക്കുന്നു. LHS എന്താണ്? എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എങ്ങനെ എഴുതാം? എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി. ഇങ്ങനെ ഇതും കൂടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആക്കി നമ്മൾ എഴുതി. ഇനി എ യൂണിയൻ എ എന്ന് വെച്ചാൽ എന്താ? എയുടെയും കൂടെ യൂണിയൻ എടുത്താൽ എ തന്നെയാണ് നമുക്ക് കിട്ടുക, അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി. ഇതെന്ത് വരും? എ യൂണിയൻ ബിയുടെയും എയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എ തന്നെയാണ് നമുക്ക് കിട്ടുക, ഇല്ലേ? അപ്പോൾ എന്ത് കിട്ടി? എ എന്ന് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം വരച്ച് നോക്കാം. ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താ? ഇത് മൊത്തം കൂടെ വരുന്ന പോർഷനാണ് എ യൂണിയൻ ബി. ഈ എ യൂണിയൻ ബിയുടെയും എയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ എന്ത് വരും? ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പം എ യൂണിയൻ ബിയിലും എയിലും കൂടെ കോമൺ ആയിട്ടുള്ളത്. അത് എത്രയും വരും? ഇതാ ഇത്രയും പോർഷൻ വരും. അതെന്താണ്? എ തന്നെയാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? എ എന്ന് തന്നെ എഴുതാം. ഇനി അടുത്തത് എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ. നമ്മൾ ഇനി അടുത്തത് സെക്കൻഡ് വണ്ണാണ് ചെയ്യുന്നത്. എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, ഇത് നമുക്കിവിടെ RHS തന്നെ മുകളിലത്തേന് കിട്ടി കേട്ടോ. അപ്പോൾ LHS ഈസ് ഈക്വൽ ടു RHS എന്ന് കിട്ടി. ഇനി എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി, ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ച് എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ എ എന്താണ്? എ ഇൻ്റർസെക്ഷൻ എ ഈസ് എ. എയിലും കൂടെ കോമൺ ഉള്ളതെടുത്താൽ നമുക്ക് എ തന്നെ കിട്ടും. യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. ഇതെന്തായിരിക്കും? എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം വരച്ച് നോക്കാം. തിങ്ക് ചെയ്താൽ എഴുതാനുള്ളതേ ഉള്ളൂ കേട്ടോ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ള ഇത്രയും പോർഷൻ വരും. ഇനി എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും? എയിലുള്ള എലമെൻസും എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ള എലമെൻസും. ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ എന്ത് വരും? എയിലുള്ള എലമെൻസ് എന്ന് പറയുന്നത് ഇതാ ഇത്രയുമാണ്. അതിൻ്റെ കൂടെ എ ഇൻ്റർസെക്ഷൻ ബി, ഇതാ ഈ പോർഷനും കൂടെ, ഇതും കൂടെ ചേരുമ്പോൾ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പം നമുക്ക് രണ്ടും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. വളരെ സിമ്പിളായിരുന്നു അല്ലേ? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി നീഡ് നോട്ട് ഇംപ്ലൈ ബി ഈസ് ഈക്വൽ ടു സി. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും ഈക്വൽ ആയാൽ ബി ഇൻ്റർസെക്ഷൻ സി എന്താണ്? ഈക്വൽ ആകത്തില്ല. അതെങ്ങനെയാണ് നമ്മൾ ഷോ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ലെറ്റ് എ ഈസ് ഈക്വൽ ടു, നമുക്കിഷ്ടമുള്ള ഒരു സെറ്റ് എടുക്കാം. ഞാൻ 1 2 3 4 എടുക്കുന്നു. ബി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് വേണം. അപ്പോൾ എയിലുള്ള എലമെൻറ്റുകളും കൂടെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാൻ 3 4 5 6 എടുക്കുന്നു. അടുത്തത് സി ഈസ് ഈക്വൽ ടു, നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും ഈക്വലായിട്ട് കിട്ടണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ 3ഉം 4ഉമാണ്. എ ഇൻ്റർസെക്ഷൻ സിയും എന്തായിട്ട് തന്നെ കിട്ടണം? ഈക്വലായിട്ട് തന്നെ കിട്ടണം. അപ്പം നമുക്കിവിടെ 3ഉം 4ഉം ഇതിനകത്ത് ഉൾപ്പെടുത്തണം. 3 4 7 എന്നെടുത്തു. അപ്പോൾ നോക്കിയേ, എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എന്ത് കിട്ടി? സെറ്റ് 3 4 കിട്ടി. എ ഇൻ്റർസെക്ഷൻ സിയോ? എ ഇൻ്റർസെക്ഷൻ സിയും സെറ്റ് 3 4 തന്നെ നമുക്ക് കിട്ടി. ഇപ്പോൾ നോക്കിയേ, ഇത് രണ്ടും നമുക്ക് ഈക്വലായിട്ട് കിട്ടി. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി എന്ന് കിട്ടി.
പക്ഷേ ബിയും സിയും ഈക്വൽ ആണോ? അല്ല. ബി എന്താണ്? 3 4 5 6 ആണ്. സി എന്ന് പറയുന്നത് 3 4 7 ആണ്. ഇതെന്താണ്? നോട്ട് ഇംപ്ലൈ ബി ഈസ് ഈക്വൽ ടു സി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി ആയാലും ബി ഈസ് ഈക്വൽ ടു സി ആകുകയില്ല. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം.